കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 4:5 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ഒരുപക്ഷെ ഈ ടൂൾ നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് മാസ്ക് ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഷേപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യുക. ഫെദർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ വിസിബിലിറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്നും ഈ ഇമേജ് സ്ക്രീനിന്റെ മധ്യഭാഗത്തായി വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഫാളിംഗ് ലീഫ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ് നമുക്ക് വേണ്ട രീതിയിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമാക്കി സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ലെയർ ഓപ്ഷനിൽ നിന്നും ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അഥവാ മാറ്റർ എൻ്റർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. ഷാഡോ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷാഡോ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ ടെക്സ്റ്റ് ഈ ബോർഡർ ലൈനിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻസ്റ്റാഗ്രാം ID നൽകുന്നതിന് ലെയർ ഓപ്ഷനിൽ നിന്നും ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് അഥവാ ഇൻസ്റ്റാഗ്രാം ID എൻ്റർ ചെയ്യുക. കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. ഷാഡോ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷാഡോ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ടെക്സ്റ്റ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഫേസ്ബുക്ക് IDക്ക് നേരെ കൊണ്ടുവന്ന് വെക്കുക. എഡിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിലവിലെ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് ID എൻ്റർ ചെയ്യുക. വീഡിയോയ്ക്ക് ആവശ്യമായ ഒരു ബോർഡർ ലൈൻ സെലക്ട് ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ ലെയറുകളുടെയും ലെങ്ത് ഒരുപോലെ തന്നെ ആയിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. തംബ്നെയിലിൽ കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ ഈ വീഡിയോയും ആദ്യത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത അതേ സ്റ്റെപ്പുകളിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.